കണ്ണൂർ വലിയന്നൂരിലെ കാർത്തിയാനി അമ്മയ്ക്ക് വയസ്സ് 81. 35 വർഷത്തിലധികം നിർമ്മാണ തൊഴിലാളിയായിരുന്നു. വിശ്രമകാലത്ത് പെൻഷൻ ലഭിക്കുമെന്നുറപ്പിൽ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ തുകയിലൊരംശം ക്ഷേമനിധിയിലും നിക്ഷേപിച്ചു. പക്ഷേ തുക ലഭിച്ചിട്ട് മാസം 11. ഇന്നിപ്പോൾ ക്ഷേമ പെൻഷനുമില്ല, ക്ഷേമനിധി പെൻഷനുമില്ല. വാർപ്പിൻ്റെ എല്ലാം പണിയെ ഒരു വാർപ്പിൻ്റെ മുതലാളിയാണ്. ഒരു നമ്മളെ പണിക്കാരെ എല്ലാം ആക്കിയിട്ട് അങ്ങനെ കുറേ മേലെ ഓരോരുക്ക് പണിയെടുക്കലിങ്ങി ഇപ്പം പോകാതെ കുറേ കൊല്ലായി. പൈസ കൊടുത്തിട്ടില്ലായിരുന്നോ ഈ പെൻഷന് വേണ്ടിയിട്ടേ? ക്ഷേമനിധിയിലെ അതെല്ലാം കൊടുത്തിരുന്നു. പക്ഷെ കിട്ടുന്നില്ല. ഇപ്പൊ കിട്ടാതെ കുറേ ആയി. ഇപ്പോൾ 1600 രൂപയാണ് ക്ഷേമനിധി പെൻഷൻ. എല്ലാ മാസവും മുടങ്ങാതെ തുകയടച്ചിട്ടും പെൻഷൻ മാത്രം കിട്ടുന്നില്ല. ആ സുഖമെല്ലാം ഉണ്ടപ്പോൾ അതിനെല്ലാം മരുന്ന് കൊടുക്കലും ഇതെല്ലാം തന്നെയല്ലേ പണി. എന്താ സർക്കാരിനോട് അമ്മയ്ക്ക് പറയാനുള്ളത്? എന്താ അമ്മ ആരോട് പറയായേ, എന്തെന്ന് പറയേ? സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തുക സർക്കാർ വക മാറ്റിയതാണ് പ്രതിസന്ധിക്ക് കാരണമായി വിലയിരുത്തുന്നത്. നിർധനരായ നിരവധി തൊഴിലാളികളാണ് സർക്കാർ കണ്ണടച്ചതോടെ പ്രതിസന്ധിയിലായത്. 11 മാസമായി മുടങ്ങിയ പെൻഷൻ കൊടുത്തു തീർക്കാതെയാണ് തൊഴിലാളികളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം. വെറുതെ കിട്ടിയ പണമല്ല, ഒരായുസ് മുഴുവൻ അധ്വാനിച്ച് സർക്കാരിലേക്ക് അടച്ച തുകയാണ്. ക്ഷേമ പെൻഷനോ മുടങ്ങി, ക്ഷേമനിധി പെൻഷനെങ്കിലും തിരികെ നൽകണമെന്നതാണ് ഇവരുടെ ആവശ്യം. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.